കേരളത്തിൻ്റെ സമഗ്ര പുരോഗതിക്കായി വികസനത്തിൻ്റെ പുതിയ പരിപ്രേക്ഷ്യം അവതരിപ്പിക്കുന്ന മീഡിയ വൺ കേരള സമ്മിറ്റിലേക്ക് സ്വാഗതം. നാടിൻ്റെ വികസന സങ്കല്പം രൂപം കൊള്ളേണ്ടത് സമൂഹത്തിലെ വിവിധ വിഭാഗങ്ങൾ തമ്മിലുള്ള ഉള്ളു തുറന്ന ചർച്ചയാലും കൊള്ളക്കൊടുക്കയാലുമാണ്. അത്തരമൊരു ചർച്ചയ്ക്ക് അവസരമൊരുക്കുക വഴി സുസ്ഥിര വികസനമെന്ന മഹിതമായ ലക്ഷ്യത്തിലേക്ക് വാതിലുകൾ തുറക്കുകയാണ് കേരള സമ്മിറ്റ്. സുസ്ഥിര വികസനം സംബന്ധിച്ച നമ്മുടെ ചർച്ച പശ്ചിമഘട്ടത്തിൽ നിന്ന് തന്നെ ആരംഭിക്കട്ടെ. ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന വിശേഷണം കേരളത്തിന് സമ്മാനിച്ചത് പശ്ചിമഘട്ട മലനിരകൾ നൽകുന്ന ജൈവസമൃദ്ധിയാണ്. എന്നാൽ പശ്ചിമഘട്ടത്തിന്റെ ഇന്നത്തെ സ്ഥിതി ഏറെ ആശങ്കാജനകം. ഇതേക്കുറിച്ച് പഠിക്കാൻ കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം മാധവ് ഗാഡ്ഗിൽ അധ്യക്ഷനായ സമിതിയെ നിയോഗിച്ചു. കമ്മിറ്റി സമർപ്പിച്ച ശുപാർശകൾ കേന്ദ്ര സർക്കാരിന്റെ പരിഗണനയിലാണ്. പരിസ്ഥിതി സൗഹൃദ വികസനം പ്രോത്സാഹിപ്പിക്കണമെന്നും അശാസ്ത്രീയ സമീപനങ്ങൾ വെടിയണമെന്നുമാണ് റിപ്പോർട്ടിന്റെ പൊതുസ്വഭാവം. പശ്ചിമഘട്ടത്തെ വ്യത്യസ്ത തലങ്ങളിലുള്ള പരിസ്ഥിതി ദുർബല പ്രദേശമായി പ്രഖ്യാപിക്കുക, പരിസ്ഥിതി സംരക്ഷണ നിയമമനുസരിച്ച് പശ്ചിമഘട്ട പരിസ്ഥിതി അതോറിറ്റി രൂപീകരിക്കുക, ജനിതക മാറ്റം വരുത്തിയ വിളകളുടെ കൃഷി തടയുക, പുതിയ പ്രത്യേക സാമ്പത്തിക മേഖലകളും ഹിൽ സ്റ്റേഷനുകളും അനുവദിക്കരുത്, പൊതു ഉടമസ്ഥതയിലുള്ള ഭൂമി ഇനി സ്വകാര്യ ഭൂമിയാക്കരുത്, വനഭൂമി വനേതര ആവശ്യങ്ങൾക്കും കൃഷിഭൂമി കാർഷികേതര ആവശ്യങ്ങൾക്കും വകമാറ്റരുത്, നിയമവിരുദ്ധ ഖനനം നിർത്തലാക്കണം, കാലാവധി കഴിഞ്ഞ ഡാമുകൾ ഡീകമ്മീഷൻ ചെയ്യണം, പുതുതായി ഖനനത്തിന് അനുമതി നൽകരുത്, പരിസ്ഥിതി ആഘാത പഠനത്തിന് ശേഷമല്ലാതെ വൻകിട റോഡുകളോ റെയിൽപാതകളോ അനുവദിക്കരുത്, പാവപ്പെട്ടവന്റെ ജീവനോപാധികൾ നിലനിർത്തുകയും സുസ്ഥിര വികസനം സാധ്യമാക്കുകയും ചെയ്യണം. മാധവ് ഗാഡ്ഗിൽ കമ്മിറ്റി മുന്നോട്ട് വെച്ച ഏതാനും നിർദ്ദേശങ്ങളുടെ സംക്ഷിപ്ത രൂപമാണ് ഇപ്പോൾ നമ്മളിവിടെ കണ്ടത്. 4 വിശിഷ്ട വ്യക്തികൾ ഇന്ന് ചർച്ചയിൽ നമ്മോടൊപ്പമുണ്ട്. ഫാദർ പോൾ തേലേക്കാട്ടിൽ, സീറോ മലബാർ ബിഷപ്പ് സിനഡിൻ്റെ വക്താവാണ് അദ്ദേഹം. മുൻ ജലവിഭവ വകുപ്പ് മന്ത്രി NK പ്രേമചന്ദ്രൻ സാർ, വളരെ വിവാദം സൃഷ്ടിച്ച് ഇപ്പോൾ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഗാഡ്ഗിൽ കമ്മിറ്റിയിൽ അംഗമായിരുന്ന ഡോക്ടർ വിജയൻ സാറാണ്. അദ്ദേഹം നേരത്തെ ബയോഡൈവേഴ്സിറ്റി ബോർഡിൻ്റെ കേരള ചെയർമാനായിരുന്നു. ഡോക്ടർ TS സജീവ്, അദ്ദേഹം പീച്ചിയിലെ കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഗവേഷകനാണ്. ഈ വിഷയത്തിൽ ആദ്യമായി ചോദിക്കാനുള്ളത് വിജയൻ സാറോടാണ്. സർ, ഈ പശ്ചിമഘട്ടത്തിനെ സംബന്ധിച്ച് ഇത്തരമൊരു റിപ്പോർട്ട് മുന്നോട്ട് വെക്കാനിടയായ സാഹചര്യം, അതായത് പശ്ചിമഘട്ട മലനിരകളിലെ ഇന്നത്തെ അവസ്ഥ, അവിടുത്തെ ജൈവ വൈവിധ്യങ്ങൾ സംരക്ഷിക്കേണ്ടതിൻ്റെ ആവശ്യകത. ഗാഡ്ഗിൽ കമ്മിറ്റി എന്ന് പറഞ്ഞാൽ വെസ്റ്റേൺ ഗാഡ്സ് ഇക്കോളജി എക്സ്പെർട്ട് പാനൽ എന്നാണ് ശരിക്കുള്ള പേര്. അതായത് കാടുകൾ, വളരെയധികം കാടുകൾ നമുക്ക് നഷ്ടപ്പെട്ടു കഴിഞ്ഞു. ഇപ്പോഴത്തെ കണക്കനുസരിച്ചിട്ട് പണ്ടുണ്ടായിരുന്ന ഒറിജിനൽ കാടുകളുടെ ഒരു 7% മാത്രമേ ഇപ്പോൾ ഉള്ളൂ പശ്ചിമഘട്ടത്തിൽ. അതാണ് ഏറ്റവും വലിയ ദുർഘടം പിടിച്ചൊരു സംഗതി. രണ്ടാമത്, ഒരുപാട് മൈനിങ് നടക്കുന്നുണ്ട്. അത് അയൺ ഓർ മൈനിങ് ഉണ്ട്, അതുപോലെ ഒരുപാട് മൈനിങ് നടക്കുന്നുണ്ട്. ഇല്ലീഗലായിട്ടുള്ള മൈനിങ് ഉണ്ട്, പാറമടകളുണ്ട്, അതും ഇല്ലീഗലായിട്ടുള്ള. പിന്നെ മരം വിൽക്കുന്ന ഒരു പരിപാടികളുണ്ട്. അതുപോലെ ഒരുപാട് പശ്ചിമഘട്ടത്തിൻ്റെ ആ പ്രകൃതിയെ നശിപ്പിക്കുന്ന രീതിയിലുള്ള പ്രവൃത്തികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനെ എങ്ങനെ തടയാം, പശ്ചിമഘട്ടത്തിൻ്റെ ഇക്കോളജിയെ എങ്ങനെ തിരിച്ചു കൊണ്ടുവരുവാം എന്നുള്ളതാണ് പ്രധാന സംഗതി. ഏറ്റവും വലിയൊരു സംഗതി എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സംഗതിയാണ് വരൾച്ച. പശ്ചിമഘട്ടത്തിൽ 1935 കണക്കനുസരിച്ചിട്ട് 3000 മില്ലിമീറ്റർ മഴയുണ്ടായിരുന്നു മൂന്നാറിൽ. അത് ഇപ്പോൾ 1600 കുറഞ്ഞു. അന്തരീക്ഷത്തിലെ ചൂട് 25 ഡിഗ്രി സെൻറ്റിഗ്രേഡ് ആയിരുന്നത് മൂന്നാറിലെ കാര്യമാണ്, ഇപ്പോൾ 28 കൂടി. ഇതിങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. കാടുകൾ കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഒറ്റ വാചകത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ
ഈ ഗാഡ്ഗിൽ കമ്മിറ്റി ചെയ്തതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പശ്ചിമഘട്ടത്തിലെ, പ്രത്യേകിച്ച് പശ്ചിമഘട്ടത്തിലെ ജനം, കേരളത്തിലെ മൊത്തം പശ്ചിമഘട്ടത്തിലെ ജനങ്ങളെ പ്രത്യേകിച്ച് അവരുടെ ജീവിത നിലവാരം പശ്ചിമഘട്ടത്തിൻ്റെ പ്രകൃതിക്കും അതുപോലെ തന്നെ എൻവയോൺമെൻറ്റിനും ആഘാതമില്ലാതെ കോട്ടം തടുക്കാതെ എങ്ങനെ കൊണ്ടുവരാം എന്നുള്ളതിനുള്ള ഒരു ശാസ്ത്രീയമായിട്ടുള്ള ഒരു പാശ്ചാത്തലം മാത്രമാണ് റിപ്പോർട്ട് ഉണ്ടാക്കിയിരിക്കുന്നത്. അത്രേ ഉള്ളൂ. അതിനുള്ള ഡിസിഷൻ എടുക്കേണ്ടത് പഞ്ചായത്താണ്. അതാണ് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട്. ഈ പശ്ചിമഘട്ട മലനിരകളെന്ന് പറയുമ്പോൾ കേരളത്തിലെ ജീവിതവുമായി വളരെയധികം ബന്ധപ്പെട്ടിരിക്കുന്ന യഥാർത്ഥത്തിൽ പശ്ചിമഘട്ടത്തിൻ്റെ നിലനിൽപ്പ്, അതിലെ സുരക്ഷ, അതിലെ ജൈവവൈവിധ്യങ്ങളുടെ സുരക്ഷ എന്നാണ്. അപ്പോൾ നേതൃതലത്തിൽ നിന്നുകൊണ്ട്, രാഷ്ട്രീയ നേതൃത്വത്തിൽ നിന്നുകൊണ്ട്, അല്ലെങ്കിൽ ഭരണ നേതൃത്വത്തിൽ നിന്നുകൊണ്ട് ഈ ഒരു വിഷയത്തെ നോക്കിക്കണ്ട ഒരാൾ എന്നുള്ള രീതിയിൽ മുൻമന്ത്രി പ്രേമചന്ദ്രൻ സാർ, ശ്രീ പ്രേമചന്ദ്രൻ സാർ എന്താണ് പറയുന്നത്? എൻ്റെ അഭിപ്രായത്തിൽ മാധവ് ഗാഡ്ഗിൽ കമ്മിറ്റിയുടെ റിപ്പോർട്ട് പൊതുവെ സ്വാഗതം ചെയ്യപ്പെടേണ്ടതാണ്. അങ്ങനെ സ്വാഗതം ചെയ്യപ്പെടുമ്പോൾ തന്നെ ആ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടതിൻ്റെ ഉള്ളടക്കവുമായി ബന്ധപ്പെട്ട് കുറേ അധികം ആശങ്കകളും അവ്യക്തതകളും പൊതുസമൂഹത്തിന് മുമ്പിൽ ഉണ്ടായിട്ടുണ്ട്. ആ ആശങ്കകളും അവ്യക്തതകളും ദൂരീകരിച്ചുകൊണ്ട് റിപ്പോർട്ട് ക്രിയാത്മകമായി നടപ്പാക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു പോസിറ്റീവ് ആക്ഷനാണ്, അല്ലെങ്കിൽ നിലപാടാണ് ഈ കാര്യത്തിൽ സ്വീകരിക്കേണ്ടത് എന്നതാണ്. കാരണം വ്യാപകമായ തോതിലുള്ള ആശങ്കയും ഉത്കണ്ഠയും ജനങ്ങളിൽ ഈ റിപ്പോർട്ടിൻ്റെ ഭാഗമായി ഉണ്ടായി. അതെങ്ങനെ ഉണ്ടായി എന്ന് ചോദിച്ചാൽ പലപ്പോഴും ഒന്നുകിൽ ഈ റിപ്പോർട്ടിൻ്റെ സത്തയെ സംബന്ധിച്ച്, ഉള്ളടക്കത്തെ സംബന്ധിച്ച് ആഴത്തിലുള്ള പരിശോധനയും പഠനവും നടത്താതെ പലപ്പോഴും പ്രതികരിക്കാൻ പലരും തയ്യാറായി. കാരണം മാധവ് ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ പ്രസക്ത ഭാഗങ്ങൾ പരിശോധിക്കുമ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ പശ്ചിമഘട്ട മലനിരകളുടെ പരിരക്ഷണം രാജ്യത്തെ പാർലമെൻറ്റ് പാസ്സാക്കിയ 1986 പരിസ്ഥിതി സംരക്ഷണ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഏതേത് കാര്യങ്ങൾ ചെയ്യാമെന്ന് ശുപാർശകൾ സമർപ്പിക്കാനാണ് പ്രൊഫസർ മാധവ് ഗാഡ്ഗിൽ കമ്മിറ്റിയോട് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം ആവശ്യപ്പെട്ടത്. അപ്പം നിയമവിരുദ്ധമായിട്ടുള്ള ഏതെങ്കിലും ഒരു ശുപാർശ അതിനകത്തുണ്ട് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. 86 എൻവയോൺമെൻറ്റ് പ്രൊട്ടക്ഷൻ ആക്ട്, അതുപോലെ തന്നെ നമ്മുടെ രാജ്യത്ത് നിലവിലുള്ള ഒട്ടനവധി പരിസ്ഥിതിയുമായി, വനവുമായി, വന്യജീവിയുമായി ഒക്കെ ബന്ധപ്പെട്ട് നിലവിലുള്ള നിയമങ്ങളുടെ പശ്ചാത്തലത്തിൽ പശ്ചിമഘട്ടത്തിൻ്റെ പരിരക്ഷ നിയമാനുസൃതമായി എങ്ങനെ ഉറപ്പാക്കാമെന്നുള്ള വ്യക്തമായ മാർഗനിർദ്ദേശങ്ങളാണ്, അല്ലെങ്കിൽ ടേംസ് ഓഫ് റെഫറൻസ് ആണ് സത്യത്തിൽ മാധവ് ഗാഡ്ഗിൽ കമ്മിറ്റി കൊടുത്തത്. ആ കമ്മിറ്റി അതിനനുരോധമായ നിലയിലുള്ള കുറേ അധികം ശുപാർശകൾ നൽകി. ഞാനതിൽ അവ്യക്തതകളെന്ന് സൂചിപ്പിക്കാൻ കാരണം പ്രത്യേകിച്ചും സംസ്ഥാന ഗവൺമെൻറ് നിയമസഭ പാസ്സാക്കിയിട്ടുള്ള പ്രമേയം എൻ്റെ കൈവശമുണ്ട്. അതിൽ പ്രധാനപ്പെട്ട 1-2 ആശങ്കകൾ 30, 35 അല്ലെങ്കിൽ 35 മുതൽ 50 വർഷം വരെ കാലപ്പഴക്കമുള്ള ഡാമുകൾ മുഴുവൻ ഡീകമ്മീഷൻ ചെയ്യണം എന്ന നിർദ്ദേശമുള്ളതായിട്ടുള്ള ഒരു പരാമർശം വ്യക്തത വരുത്തേണ്ടുന്ന പ്രധാനപ്പെട്ട കാര്യമാണ്. അതുപോലെ തന്നെ മലയോര കൃഷിക്കാരായിട്ടുള്ളവർ, നമുക്കറിയാം 1/1/1970 മുമ്പ് കുടിയേറിയിട്ടുള്ള മലയോര കൃഷിക്കാർക്ക് പട്ടയം നൽകാൻ ഇനി കഴിയില്ല. കാരണം പൊതുഭൂമി സ്വകാര്യ ഭൂമിയാക്കി മാറ്റാൻ കഴിയില്ല എന്ന ആശങ്ക. അതുപോലെ മൂന്നാമത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു ആശങ്ക പൊതുസമൂഹം ഉന്നയിക്കുന്ന, എനിക്കിതിനൊക്കെ മറുപടിയുണ്ട്, എന്നാൽ പോലും ഞാൻ സൂചിപ്പിക്കുന്നത് പ്രധാനമായിട്ടുള്ള മൂന്നാമത്തെ ഒരു ആശങ്ക, ഇതിൻ്റെ പാരിസ്ഥിതിക ലോല മേഖലകളായി 3 മേഖലകളായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. തീവ്ര മേഖല, മിതമേഖല, വലിയ പ്രാധാന്യമില്ലാത്ത മേഖല. എക്കോളജിക്കലി സെൻസിറ്റീവ് സോൺ 1, സെൻസിറ്റീവ് സോൺ 2, സോൺ 3. ഈ മേഖലാവൽക്കരണവുമായി ബന്ധപ്പെട്ട് നിർണ്ണയിക്കപ്പെട്ട അതിരുകളെ സംബന്ധിച്ചും ആ പ്രദേശങ്ങളെ സംബന്ധിച്ചുമുള്ള വലിയ ആശങ്കയുണ്ട്. അപ്പോൾ ഈ ആശങ്കകളൊക്കെ ദൂരീകരിക്കേണ്ടതാണ്, അവ്യക്തതകളൊക്കെ മാറ്റി വ്യക്തത ഉറപ്പുവരുത്തേണ്ടതാണ്. ഒരു സംശയം വേണ്ട കാര്യത്തിൽ. കാരണം ജനങ്ങളെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് മാത്രമേ ഏതൊരു കാഴ്ചപ്പാടും നയവും നിലപാടും നിയമവും നമുക്ക് നാട്ടിൽ നടപ്പാക്കാൻ കഴിയും. നിയമപരമായ ചില ഇടപെടലുകൾ അത്യാവശ്യമാകുന്ന എന്തോ ഒരു അന്തരീക്ഷം യഥാർത്ഥത്തിൽ പശ്ചിമഘട്ടത്തിൻ്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്നുണ്ടോ ഇല്ലയോ? ഉറപ്പല്ലേ അത് ഉറപ്പല്ലേ. കാരണം നേരത്തെ അദ്ദേഹം സൂചിപ്പിച്ചല്ലോ, നമ്മുടെ താപനിലയിലുണ്ടായിരിക്കുന്ന ഏറ്റവും അതൊക്കെ പോട്ടെ, ഒരു ലേമാനാണ് ഞാനിപ്പോൾ, ഒരു പരിസ്ഥിതി ശാസ്ത്രകാരനോ അല്ലെങ്കിൽ ആഴത്തിൽ ഈ കാര്യങ്ങളിൽ ഗവേഷണം നടത്തുന്നയാൾ, ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ ഈ ആഗോള താപനത്തെ സംബന്ധിച്ചും കാലാവസ്ഥാ വ്യതിയാനത്തെ സംബന്ധിച്ചും നമ്മൾ കേട്ടിട്ടേ ഉള്ളൂ. ഇപ്പോൾ നമ്മുടെ ജീവിതാനുഭവത്തിലൂടെ ബോധ്യപ്പെടുകയാണ്. കാരണം 2 കാലവർഷം, നമുക്ക് ഇടവപ്പാതിയും തുലാവർഷവും ഇപ്പോൾ ഏതാണ്ട് ഗവൺമെൻറ്റിൻ്റെ തന്നെ കണക്കനുസരിച്ച് 32% മഴ കുറവ്, അല്ലെങ്കിൽ മന്ത്രി ബഹുമാനപ്പെട്ട ശ്രീ PJ ജോസഫിൻ്റെ കണക്കനുസരിച്ചാണെങ്കിൽ 25%. മഴക്കുറവിൻ്റെ ഭാഗമായിട്ടുള്ള ജലദൗർലഭ്യം, കാലാവസ്ഥയിലുണ്ടായിരിക്കുന്ന വ്യതിയാനം,
ഇത് നമ്മെ ത്വര്യപ്പെടുത്തുന്ന പ്രധാനപ്പെട്ട സംഗതി എന്താ? ഗുരുതരമായ എന്തോ അപജയം നമ്മുടെ പ്രകൃതിയിൽ, കാലാവസ്ഥയിൽ, നമ്മുടെ പാരിസ്ഥിതിക സംരക്ഷണത്തിൻ്റെ കാര്യത്തിൽ വന്നിരിക്കുന്നു. സത്യത്തിൽ കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം നിർബന്ധിതമായതാണ് പശ്ചിമഘട്ട മലനിരകളുടെ പരിരക്ഷ. ഉറപ്പുവരുത്താൻ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ ഭീകരമായ ദുരന്തങ്ങൾ ഈ 6 സംസ്ഥാനങ്ങൾ ഏറ്റുവാങ്ങേണ്ടതായി വരുമെന്ന തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിലാണ് വളരെ ശാസ്ത്രബോധത്തോടെ, യുക്തിബോധത്തോടു കൂടി തന്നെയാണ് പ്രത്യേകിച്ചും ശ്രീ ജയറാം രമേശ് ഉൾപ്പെടെയുള്ള ആ ഒരു മന്ത്രാലയത്തിന് ചുമതല വഹിച്ചിരുന്ന ആ കാലഘട്ടത്തിൽ ഇത്തരത്തിലൊരു നയപരമായ തീരുമാനമെടുത്തത്. അത് അനിവാര്യമായിരുന്നു എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അത് വളരെ ടൈംലിയാണ് അങ്ങനെ ഒരു നിർദ്ദേശം വന്നത്, പഠനം വന്നത്. നമ്മളിപ്പോൾ ഇത് ചർച്ച ചെയ്യാനിടയായത് തന്നെ അങ്ങനെ ഒരു പഠന റിപ്പോർട്ട് നമ്മുടെ മുമ്പിൽ ഉള്ളത് കൊണ്ടാണ്. അപ്പോൾ തീർച്ചയായും ക്രിസ്തീയ സഭകളുടെ പ്രതിനിധി എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ ബിഷപ്പ് സിനഡിൻ്റെ പ്രതിനിധി എന്നുള്ള രീതിയിൽ ഫാദർ പോൾ തേലക്കാട്ട് ഈ വിഷയത്തെ പശ്ചിമഘട്ടത്തിൻ്റെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് മലയോര മേഖലയെ പ്രതിനിധീകരിച്ച് എന്താണ് പറയുന്നത്? സന്തുലിതമായ വികസനമാണ് കേരളത്തിനും ഏത് സമൂഹത്തിനും വേണ്ടത്. ആ സന്തുലിത വികസനത്തിൽ ഒരു ധർമ്മത്തിൻ്റെ ശബ്ദം ഉണ്ടാകണം. അതാണ് നമ്മളൊക്കെ കുട്ടിക്കാലം തുടങ്ങി പഠിച്ചത്, പൊന്മുട്ടയിടുന്ന താറാവിനെ കൊല്ലരുതെന്ന്. അത് നമ്മൾ പരിസ്ഥിതി പ്രശ്നത്തിൽ ഗൗരവമായി എടുക്കേണ്ട ഒരു കാര്യമാണ്. 2 ഭാഗങ്ങളായിട്ട് 500 ചില്ലാനും പേജുകളുള്ളതാണ് ഈ റിപ്പോർട്ട്. അതിൽ പ്രത്യേകിച്ചും ആശങ്ക ഉണ്ടാക്കുന്നത് സാർ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ടേബിൾ 6ൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ അതാണ് ഇവിടെ സാർ ഉപയോഗിച്ചത്. അതുകൊണ്ട് നമുക്ക് പരിസ്ഥിതിയെക്കുറിച്ചൊരു ഭാവാത്മകമായ കാഴ്ചപ്പാട് വേണം. പക്ഷേ ഈ ആശങ്കകൾ തീർക്കാനായിട്ട് കസ്തൂരിരംഗൻ കമ്മീഷൻ നിയോഗിച്ചിട്ടുണ്ട്. അവരതിനെക്കുറിച്ച് പഠിച്ചോ ഇല്ലയോ എന്ന് അവരുടെ കാലാവധിയും കഴിഞ്ഞെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ കേരളത്തിലെ സമൂഹം വികസനം നമുക്ക് ആവശ്യമാണ്, സന്തുലിതമായ വികസനം. പരിസ്ഥിതി നമുക്ക് ആവശ്യമാണ്, പക്ഷേ ജനങ്ങളുമായി ബന്ധപ്പെട്ട പരിസ്ഥിതിയാണ്. നമുക്ക് തിരിച്ച് കാട്ടിലേക്ക് പോകാൻ പറ്റില്ല എന്നുള്ള വിനയപൂർവമായ ഒരു അഭ്യർത്ഥനയാണ് ഇവിടെയുള്ളത്. തീർച്ചയായും ടി വി സജീവ്, വനമേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു ശാസ്ത്രജ്ഞൻ എന്നുള്ള രീതിയിൽ പശ്ചിമഘട്ടത്തിലെ ഈ പ്രശ്നങ്ങളെക്കുറിച്ച് താങ്കളുടെ പ്രതികരണം കൂടി. ഞാൻ ആമുഖമായി പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം, ഈ റിപ്പോർട്ട് നമ്മൾ ഓരോരുത്തരുടെയും ജീവിതത്തെ നേരിട്ട് സ്പർശിക്കുന്ന റിപ്പോർട്ടാണ്. ഈ റിപ്പോർട്ട് മുന്നിലേക്ക് വയ്ക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ഏകദേശം 57ഓളം റെക്കമെൻഡേഷൻസ് ഉള്ള ആ റിപ്പോർട്ടിൽ കുറേ നിർദ്ദേശങ്ങളുടെ ഒരു പട്ടിക മാത്രമല്ല ഈ റിപ്പോർട്ട്. പ്രധാനമായി ഈ റിപ്പോർട്ട് ലക്ഷ്യമാക്കുന്നത് നമുക്ക് ഇന്ന് പരിചിതമായ ഫിനാൻഷ്യലായിട്ടുള്ള ഗവേണൻസിനെ, പണത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ഭരണ രീതിയെ മാറ്റിക്കൊണ്ട് പരിസ്ഥിതിയെ മുന്നിൽ വെച്ചുകൊണ്ടുള്ള എൻവയോൺമെൻറ്റൽ ഗവേണൻസിലേക്കുള്ള ഒരു മാറ്റത്തെയാണ് ഈ റിപ്പോർട്ട് ലക്ഷ്യമാക്കുന്നത്. ഒരു ചെറിയ ഉദാഹരണത്തിലൂടെ എന്താണ് ഈ മാറ്റം എന്ന് ഞാൻ വ്യക്തമാക്കാം. നമ്മളൊരു വീട് പണിയുന്നു എന്ന് വയ്ക്കുക. നമ്മൾ വീട് പണിയുന്ന സമയത്ത് വീടിൻ്റെ മുറ്റം നമുക്ക് ടൈലിടണോ വേണ്ടയോ എന്നൊരു സംശയം വരുന്ന സമയത്ത് സാധാരണയായി നമ്മൾ തീരുമാനം എടുക്കുക, നമ്മുടെ കയ്യിൽ പണമുണ്ടെങ്കിൽ നമ്മൾ ടൈലിടും, പണമില്ലെങ്കിൽ ടൈലിടണ്ടെന്ന് വയ്ക്കും. ഇതിനാണ് നമ്മൾ ഫിനാൻഷ്യൽ ഗവേണൻസ് പറയുന്നത്. പൈസയെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള തീരുമാനമെടുക്കലാണത്. അതേസമയം പാരിസ്ഥിതിക ഭരണ രീതിയിലേക്ക് മാറുന്ന സമയത്ത് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ എൻ്റെ മുറ്റം മുഴുവൻ ടൈലിട്ട് നിറച്ചു കഴിഞ്ഞാൽ ആ ടൈലിന് താഴെയുള്ള മണ്ണിന് മഴ പെയ്യുന്ന സമയത്ത് ആ മണ്ണിലേക്ക് വെള്ളം എത്തില്ല, ആ മണ്ണിന് കുടിക്കാനാവില്ല, ശ്വസിക്കാനാവില്ല. അതുകൊണ്ട് തന്നെ തൊട്ടപ്പുറത്തുള്ള എൻ്റെ കിണറ്റിൽ വെള്ളമുണ്ടാവില്ല എന്നുള്ള പാരിസ്ഥിതികമായ തിരിച്ചറിവോടുകൂടി ഞാൻ എൻ്റെ കയ്യിൽ പണമുണ്ടെങ്കിൽ പോലും ഞാൻ എൻ്റെ മുറ്റം ടൈലിടുന്നില്ല എന്ന് തീരുമാനം എടുക്കുന്നതിനാണ് പാരിസ്ഥിതിക ഗവേണൻസ് എന്ന് പറയുന്നത്, എൻവയോൺമെൻറ്റൽ ഗവേണൻസ് എന്ന് പറയുന്നത്. ഇത് നമ്മുടെ കുടുംബത്തിലെ കാര്യമാണെങ്കിൽ ഇത് ഗവൺമെൻറ്റിൻ്റെ അങ്ങനെയുള്ള ഒരു പോളിസിയുടെ അടിസ്ഥാനത്തിൽ, അതായത് എൻവയോൺമെൻറ്റൽ ഗവേണൻസ് എന്ന് പറയുന്ന ഒരു ആശയത്തിൻ്റെ ഗവൺമെൻറ്റിൻ്റെ തന്നെ ഒരു പോളിസിയുടെ അടിസ്ഥാനത്തിലാണോ ഇങ്ങനെ ഒരു സംഗതി ഉണ്ടാകുന്നത് എന്നാണോ? തീർച്ചയായിട്ടും. ഇത് ഒരു സംസ്ഥാനം മൊത്തത്തിൽ തന്നെ, ഒരു സംസ്ഥാനത്തെ മുഴുവൻ തന്നെ പരിപാലിക്കുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ പണമുണ്ടെങ്കിൽ, കേന്ദ്രം പണം തന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് പ്രോജക്റ്റ് ചെയ്യും എന്നുള്ള അവസ്ഥയിൽ നിന്ന് മാറിക്കൊണ്ട് പണം ഉണ്ടെങ്കിലും ശരി ഇല്ലെങ്കിലും ശരി നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾ പാരിസ്ഥിതികമായി സന്തുലിതമുള്ള പ്രവൃത്തികളായിരിക്കണം. അത് പരിസ്ഥിതിക്ക് കോട്ടമില്ലാത്ത പ്രവൃത്തികൾ മാത്രമേ ചെയ്യുള്ളൂ എന്ന തരത്തിലുള്ള ഒരു നിലപാടിലുള്ള മാറ്റമാണ് പ്രധാനമായും ഈ റിപ്പോർട്ട് മുന്നോട്ട് വയ്ക്കുന്നത്. ഇനി ഇതിനകത്ത് 57 റെക്കമെൻഡേഷൻസ് മുന്നോട്ട് വന്നിട്ടുണ്ട്. ഒരു സ്ഥാപനം എന്നുള്ള നിലയ്ക്ക് കേരള വനഗവേഷണ ഇൻസ്റ്റിറ്റ്യൂട്ട് ഈ 57 റെക്കമെൻഡേഷനുകളും ഓരോന്നായിട്ട് എടുത്ത് പരിശോധിക്കേണ്ടായി. അതിനകത്ത് 23 റെക്കമെൻഡേഷനുകൾ ഇപ്പോൾ തന്നെ നിലവിലുള്ള നിയമങ്ങൾക്ക് അനുസൃതമായിട്ടുള്ള കാര്യങ്ങളാണ്, പുതിയ കാര്യങ്ങളേ അല്ല. ഇപ്പം നിലനിൽക്കുന്ന നിയമങ്ങൾക്ക് ഉള്ളിൽ വരുന്നത് തന്നെയാണ് 23. അത് ഗാഡ്ഗിൽ കമ്മിറ്റി ആവർത്തിച്ച് പറയുന്നൊരു സംഗതി, അല്ലെങ്കിൽ ഗാഡ്ഗിൽ കമ്മിറ്റി അതിനെ അനുകൂലമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നവർ പറയുന്ന സംഗതി 1986
രാജീവ് ഗാന്ധി സർക്കാർ പാസാക്കിയ വനസംരക്ഷണ നിയമത്തിന് ചുവടൊപ്പിച്ച് അതിൻ്റെ ഒരു തുടർച്ച എന്നുള്ള രീതിയിലാണ് യഥാർത്ഥത്തിൽ ഇതിപ്പോൾ സംഭവിക്കുന്നത്. ഇതൊരു പുതിയൊരു സംഗതി അല്ല എന്നുള്ളതാണ്. അത് മാത്രമല്ല 23 നിർദ്ദേശങ്ങൾ പുതിയതേ അല്ല, അന്നേരം ഇപ്പം തന്നെ നിലവിലുള്ള നിർദ്ദേശങ്ങളാണ്. മാത്രമല്ല മറ്റൊരു 30 നിർദ്ദേശങ്ങൾ കേരളത്തെ സംബന്ധിച്ച് വളരെ പോസിറ്റീവായിട്ടുള്ള ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന നിർദ്ദേശങ്ങളാണ്. നമ്മളെ സംബന്ധിച്ചിട്ട് 4 നിർദ്ദേശങ്ങൾ 57 നിർദ്ദേശങ്ങളിൽ 4 എണ്ണം മാത്രമേ നമുക്ക് സവിശേഷമായി പരിശോധിക്കാൻ പറ്റാതായി പോയിട്ടുള്ളൂ. കാരണം അതിനെക്കുറിച്ചൊക്കെ ഡാറ്റ അവൈലബിൾ അല്ലാത്തതുകൊണ്ട്. ഇത് സംബന്ധിച്ച് ഒരുപാട് ആശങ്കകൾ ഉയർന്നിട്ടുണ്ട്. ഒരുപാട് ആളുകൾ ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കുകയുണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു ആശങ്ക ഉയർന്നു വരാനിടയായ പശ്ചാത്തലത്തിൽ ഈ ആശങ്കകൾ ദൂരീകരിക്കുന്ന വിധത്തിൽ എന്താണ് ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ടുകളുടെ ശുപാർശകൾ? വിവാദത്തിനിടയാക്കിയ ചില ശുപാർശകൾ പ്രേമേന്ദ്ര സാർ പറഞ്ഞു. അതിന് ഉള്ള ഡീറ്റെയിൽസ് പറയാം, അതല്ലേ നല്ലത്. ഒന്ന് സോൺസിനെ കുറിച്ചായിരുന്നു. 3 സോണായിട്ടാണ് ഇതിനെ തിരിക്കാൻ തീരുമാനിച്ചത്. ഒന്ന് പരിസ്ഥിതി ലോല സോൺ 1, ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ള ജൈവ വൈവിധ്യ പ്രാധാന്യമോ അല്ലെങ്കിൽ പരിസ്ഥിതി പ്രാധാന്യമോ എന്തെങ്കിലും ആണ്. 14 തരത്തിലുള്ള പ്രാധാന്യങ്ങൾ. ഒന്ന് ജൈവ വൈവിധ്യത്തിനുള്ള പ്രാധാന്യം, പിന്നെ അതിൻ്റെ ജിയോളജിക്കൽ കണ്ടീഷൻസ്, റെയിൻഫോള്, അങ്ങനെ 14 പാരാമീറ്റേഴ്സ് എടുത്തിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് വെച്ചിട്ട് ഓരോ സ്വഭാവത്തിന് ഇപ്പോൾ ജൈവ വൈവിധ്യം അതിൽ റെയറായിട്ടുള്ളതുണ്ട്, എൻഡമിക് ആയിട്ടുള്ളതുണ്ട്, അങ്ങനെ പല തരത്തിലുള്ള സംഗതികളുണ്ടല്ലോ, അതൊന്ന്. പിന്നെ റെയിൻഫോളിൻ്റെ പാറ്റേൺ, മഴ കൂടുതലുള്ള പ്രദേശമുണ്ട്, മഴ കുറഞ്ഞ പ്രദേശമുണ്ട്, പിന്നെ മഴ പെയ്യുന്ന വർഷത്തിൽ എത്ര ദിവസം മഴ പെയ്യുന്നുള്ളൊരു പ്രധാന സംഗതിയാണ്. എല്ലാ മഴയും കൂടെ ഒരു ദിവസം 2 ദിവസം പെയ്ത കാര്യമില്ല. അപ്പോൾ അതും കൂടെ കണക്കിലെടുത്തിട്ടുണ്ട്. പിന്നെ ലാൻഡ് സ്ലൈഡ് ഉണ്ടാവാൻ ചാൻസ് ഉള്ള പ്രദേശങ്ങളുണ്ട്, അപ്പോൾ അത് കണക്കിലെടുത്തിട്ടുണ്ട്. അങ്ങനെ മൊത്തം 14 ക്യാരക്ടറാണ് എടുത്തിരിക്കുന്നത്. എന്നിട്ട് ഈ ഓരോ ക്യാരക്ടറിനും ചെയ്തിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ വെസ്റ്റേൺ ഗാട്സിൽ ഞങ്ങൾ റിപ്പോർട്ട് കൊടുക്കുന്ന വരെയുള്ള പബ്ലിഷ് ചെയ്ത ലിറ്ററേച്ചറിലെ എല്ലാം മൊത്തം ഡാറ്റയിലെടുത്തു. അതുപോലെ ഡാറ്റ ബാങ്ക്സ് ഉണ്ട് ഇതിൻ്റെ, അതിൽ നിന്നുള്ള എല്ലാ ഡാറ്റകളും എടുത്തിട്ട് ആദ്യം വെസ്റ്റേൺ ഗാട്സിനെ 2200 സ്ക്വയറായിട്ട് തിരിച്ചു. 2200 സ്ക്വയറായിട്ട് തിരിച്ചു വെസ്റ്റേൺ ഗാട്സിനെ മൊത്തം. ഒരു സ്ക്വയർ, ഒരു ഗ്രിഡ് എന്ന് പറയുന്നത് 8100 ഹെക്ടറാണ്. 9 × 9 കിലോമീറ്ററാണ്. അപ്പോൾ 8100 ഹെക്ടർ എന്ന് പറയും. എന്നിട്ട് ഞാൻ ആദ്യം പറഞ്ഞ ഈ 14 ക്യാരക്ടറിന് ഓരോ ക്യാരക്ടർ അനുസരിച്ച് ഇപ്പോൾ കാർഡുകൾ എത്രയുണ്ടെന്ന് നോക്കാം, ഒരു എക്സാമ്പിളായിട്ട്. അപ്പോൾ അതിനൊരു സ്കോർ കൊടുക്കും 1 to 10 എന്ന് പറഞ്ഞിട്ട്. അതിൽ ആ കാർഡിൻ്റെ പ്രസക്തി നോക്കിയിട്ട് അതിൻ്റെ ക്യാരക്ടർ നോക്കിയിട്ട് ആ സ്കോർ തീരുമാനിക്കും. പിന്നെ എൻഡേഞ്ചേർഡ് സ്പീഷീസ് ഉണ്ടെങ്കിൽ അതിന് സ്കോർ ചെയ്യും. അപ്പോൾ 10 എൻഡേഞ്ചേർഡ് സ്പീഷീസ് ഉണ്ടെങ്കിൽ ചിലപ്പോൾ 2 മാർക്കോ 3 മാർക്കോ കിട്ടും. അങ്ങനെ ഓരോ സ്കോർ കൊടുത്തു. എന്നിട്ട് ഈ സ്കോർ ആഡ് ചെയ്തു. ഈ ഓരോ കോളത്തിലും വരുന്ന സ്കോർ ആഡ് ചെയ്തിട്ട് ഞങ്ങളത് 1 തൊട്ട് 10 വരെയാണ് സ്കോർ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ 1 തൊട്ട് 3 വരെ വരുന്നത് സോൺ 1-ലും 3-ലും, 3 തൊട്ട് 5 വരെ വരുന്നത് സോൺ 2-ലും, 5 തൊട്ട് 10 വരെ വരുന്നത് സോൺ 1-ലും ആക്കി. അപ്പോൾ ഓരോ ക്യാരക്ടറിനും ഓരോ സ്കോർ കൊടുത്തിട്ട് ഈ 14 ക്യാരക്ടറിൻ്റെയും സ്കോർ കൂട്ടിയിട്ട് അതിൻ്റെ ആവറേജ് എടുത്തിട്ടാണ് കൊടുക്കുന്നത്. അതാണ് സംഗതി. അപ്പോൾ ഇത് വളരെ ടോട്ടലി അൺബയസ്ഡ് മെത്തേഡാണ്, ഒരു ബയസ് ഇല്ല ഇതിനകത്ത്. ഈ അൺബയസ്ഡ് ആണ് എന്ന് പറയുമ്പോഴും യഥാർത്ഥത്തിൽ റിപ്പോർട്ടിൽ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം, 75% പ്രദേശങ്ങളും സോൺ 1-ലോ സോൺ 2-ലോ ഉൾപ്പെടണമെന്ന് നേരത്തെ തീരുമാനിച്ചിരുന്നു. അതിനനുസരിച്ചാണ് നമ്മൾ ഈ സോണുകളായി ഡിവൈഡ് ചെയ്യുന്നത്. ഈ സ്കോറ് പിന്നീട് നമ്മളെ സ്കോർ അതിനനുസരിച്ച് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുകയാണ് എന്നാണ് അതിനൊരു അല്ല, അങ്ങനെയല്ല. അത് നാഷണൽ പോളിസി അനുസരിച്ചിട്ട് 66% കാർഡുകൾ വേണമെന്നാണ്. 66% വെസ്റ്റേൺ ഗാട്സിൽ തീരുമാനിച്ചിരിക്കുന്നത് നാഷണൽ ഇതനുസരിച്ചിട്ട്. അപ്പോൾ കാർഡ് മൊത്തം ഇല്ല. അപ്പോൾ വെസ്റ്റേൺ ഗാട്സിൻ്റെ പ്രാധാന്യം അനുസരിച്ചിട്ട് 75 ആയാലും കുഴപ്പമില്ല എന്നൊരു ടെൻറ്റേറ്റീവ് തീരുമാനം എടുത്തു. പക്ഷെ അത് വെച്ചിട്ട് നമ്മൾ മാനിപ്പുലേഷൻ നടത്തിയിട്ടില്ല. ഈ സ്കോർ എങ്ങനെ വരുന്നു അതനുസരിച്ച്. അപ്പോൾ ഈ ഓരോ ഗ്രിഡിലും നമ്മൾ സ്കോർ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് വെസ്റ്റേൺ ഗാട്സിൻ്റെ മുകളിൽ ഈ ഗ്രിഡ് അങ്ങനെ ഇട്ടു. ഗ്രിഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മാപ്പ് ഷീറ്റ് പോലെ എടുക്കുക, അല്ല നമ്മുടെ ഗ്രാഫ് ഷീറ്റ് പോലെ. അതിന് ഓരോ സ്ക്വയർ ഉണ്ടല്ലോ, അതിനാണ് ഈ പറയുന്നത്. അപ്പോൾ കിട്ടാവുന്ന ഡാറ്റ മുഴുവൻ അതിലുണ്ട്. അത് അങ്ങനെ തന്നെ അതിന് മുകളിലിട്ട് കഴിയുമ്പോൾ എവിടെയൊക്കെ 8 കിട്ടിയിട്ടുണ്ടോ സോൺ 1-ൽ വന്നു, അല്ലെങ്കിൽ 6 or 5 കിട്ടിയിട്ടുണ്ടെങ്കിൽ സോൺ 2-ൽ വന്നു, 3-ൽ താഴെ സോൺ 3-ൽ വന്നു. അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൽ ബയസ് ഇല്ല. അപ്പോൾ 8 ഇപ്പോൾ അതിരപ്പള്ളിയുടെ ഇഷ്യൂ ഇപ്പോൾ ഇവിടെ ആരെങ്കിലും ചോദിക്കുന്നറിയാം. അതിരപ്പള്ളിക്ക് 8 മാർക്ക് കിട്ടി.
അപ്പോൾ ഞാൻ ശരിക്കും പേടിച്ചിരിക്കുകയായിരുന്നു. ഞാൻ അതിരപ്പള്ളി സംരക്ഷിക്കണമെന്നുള്ള അതിനൊക്കെ ഞാൻ അതിനെ കൂടി വർക്ക് ചെയ്തിരുന്ന ഒരാളാണ്. 8 കിട്ടുമോ അല്ലെങ്കിൽ 5 കൂടുതൽ കിട്ടിയില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യുമെന്നുള്ളൊരു ഭയം എനിക്കുണ്ടായിരുന്നു. പക്ഷേ അത് ആ മെത്തഡിൻ്റെ ഒരു ആ കറക്റ്റ് ക്യാരക്ടറാണ് കാണിച്ചത്. അത് 8 വന്നു. നമുക്കറിയാവുന്ന സ്ഥലത്ത് മാർക്ക് കിട്ടുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് കറക്റ്റാണെന്നുള്ളത്. എനിവേ അങ്ങനെയാണ് ഇത് വന്നിരിക്കുന്നത്. ഇനി ഇപ്പോൾ സോൺ 1-ലോ 2-ലോ 3-ലോ വന്നു എന്ന് വിചാരിച്ചിട്ട് ആ സ്ഥലത്ത് ഒന്നും ചെയ്യാൻ പാടില്ല ഒരു സ്ഥലത്തും എഴുതി വെച്ചിട്ടില്ല. ഇതിൽ പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു സംഗതി അതാണ്. വട്ടിയൂർക്കാവിൽ ചീഫ് മിനിസ്റ്റർ എന്നോട് പറഞ്ഞു, വട്ടിയൂർക്കാവിൽ ഇനി ഒരു മരം പോലും മുറിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. കാരണം അത് സോൺ 1-ലോ 3-ലോ മറ്റോ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അത് തെറ്റായിട്ട് അദ്ദേഹത്തെ ധരിപ്പിച്ചാണ്. ഇത് ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ വട്ടിയൂർക്കാവ് വരുന്നത് നെടുമങ്ങാട് താലൂക്കിലാണ്. അപ്പോൾ ഈ നെടുമങ്ങാട് താലൂക്കിൽ കാടുകൾ ഒരുപാടുണ്ട് അല്ലേ? അപ്പോൾ ആ കാടുകൾ വരുന്ന സ്ഥലമായിരിക്കും സോണിൽ വരുന്നത്. നെടുമങ്ങാട് താലൂക്കിലെ കാടുകൾ അല്ലെങ്കിൽ പരിസ്ഥിതി